Example 2. Find the Fourier cosine integral of f of x is equal to 1 if 0 less than x less than 1 and 0 if x greater than 1. Function f of x equals 1 if 0 less than x less than 1 and 0 if x greater than 1. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 ടു ഇൻഫിനിറ്റിയിലാണ്. അതിൽ 0 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. ദെൻ ബാക്കി ഭാഗത്ത് ഫംഗ്ഷന്റെ വാല്യൂ 0 ടു ഇൻഫിനിറ്റിയിൽ 0 ആണ്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റിയിലാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഹാഫ് റേഞ്ച് ആണ് വരുന്നത്. അങ്ങനെ വരുമ്പം ഫോറിയർ സൈനോ കൊസൈനോ ആണ് ചോദിക്കുക. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫോറിയർ കൊസൈൻ ആണ്. ആദ്യം ഫോർമുല എഴുതാം. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് f of x equals integral 0 to infinity a of w into cos xw dw. അതിൽ a of w കാണാനുള്ള ഫോർമുല 2 by pi into integral 0 to infinity f of x into cos wx into dx. അപ്പോൾ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം. 0 to 1 എന്നും 0 to 1 എന്നും 1 to ഇൻഫിനിറ്റി എന്നും. അത് 1 to ഇൻഫിനിറ്റിയിൽ 0 ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 2 by pi into ഇന്റഗ്രൽ 0 to 1, അവിടെ എഫക്റ്റിന്റെ വാല്യൂ 1 ആണ്. 1 into cos wx ഈക്വൽസ് 2 by pi into 1 into cos wx എന്ന് വെച്ചാൽ cos wx എന്നാണ്. അതിന്റെ ഇന്റഗ്രൽ sin wx divided by w from 0 to 1 ഈക്വൽസ് 2 by pi w ഇങ്ങ് മാറ്റാം. ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 ഇട്ട് കൊടുക്കുക, 1 എക്സിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് sin w എന്നാകും. മൈനസ് ലോവർ ലിമിറ്റ് 0 എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ sin 0 0 എന്നാകും. ഈക്വൽസ് 2 sin w ഡിവൈഡഡ് ബൈ പൈ w. ആയതുകൊണ്ട് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് f of x is equal to integral 0 to infinity a of w cos xw dw is equal to integral 0 to infinity a of w ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക 2 sin w divided by pi w into cos xw dw. കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. 2 by pi പുറത്തേക്ക് മാറ്റാം. 2 by pi into integral 0 to infinity sin w by w into cos xw dw. ഇതാണ് എന്ത് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ. നമുക്കിവിടെ കൊസൈൻ ഇന്റഗ്രൽ കാണാൻ മാത്രമായിട്ടാണ് ചോദിച്ചിരുന്നത്. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്. Now example 3, ഇത് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ഇന്റഗ്രൽ എന്നാണ്. ഓഫ് f of x is equal to x if 0 less than x less than a and 0 if x greater than a. ഇവിടെ 0 to ഇൻഫിനിറ്റിയിലാണ് വാല്യൂ തരുന്നത്. അതിൽ 0 തൊട്ട് a വരെ 0 to a യിൽ x എന്നാണ്. ദെൻ a to ഇൻഫിനിറ്റിയിൽ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 0 to a യിൽ മതി ഇന്റഗ്രേഷൻ, ബാക്കി 0 ആണ് വന്നേക്കുന്നത്. ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ആദ്യം തന്നെ അതിന്റെ ഫോർമുല എഴുതി വെക്കാം. f of x is equal to integral 0 to infinity b of w into sin xw dw. അതിൽ b of w കാണാനുള്ള ഫോർമുല 2 by pi into integral 0 to infinity f of x into sin wx into dx ഈക്വൽസ് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം.
2 by pi into integral 0 to a എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇന്റഗ്രൽ 0 to a, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്. എക്സ് സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. എക്സും എക്സ് സ്ക്വയറും ഒക്കെ വരുമ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. എളുപ്പ വഴി ഉണ്ടല്ലോ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ, വൺ ലൈനിൽ ചെയ്യുന്നത് ആ രീതി ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് സൈൻ ഡബ്ല്യു എക്സിന്റെ ഇന്റഗ്രൽ നെഗറ്റീവ് കോസ് ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു നെഗറ്റീവ് കോസ് ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യുവിന്റെ ഇന്റഗ്രൽ നെഗറ്റീവ് കോസിന്റെ ഇന്റഗ്രൽ സൈൻ ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു സ്ക്വയർ, താഴെ ഒരു ഡബ്ല്യു ഉണ്ട്, കൂടാതെ ഒരു ഡബ്ല്യൂടെ ചേർന്ന് ഡബ്ല്യു സ്ക്വയർ ഫ്രം 0 to a. കഴിഞ്ഞല്ലോ, ഇവിടെ 1 ആയില്ലയോ, കോൺസ്റ്റന്റ് ആയില്ലയോ. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2 by pi ഇൻറ്റു നെഗറ്റീവ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു, രണ്ടാമത്തെ പാർട്ടിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരും, പോസിറ്റീവ് സൈൻ ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു സ്ക്വയർ ഫ്രം 0 to a. അവിടെ എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2 by pi ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പർ ലിമിറ്റ് എ കൊടുക്കണം, എ എക്സിലേക്ക് കൊടുക്കുക, എക്സ് എന്നുള്ളിടത്ത് ഒക്കെ എക്സ് ഒക്കെ എ എന്ന് ഇട്ട് കൊടുക്കുക. എക്സിലേക്ക് എ എന്ന് കൊടുക്കുമ്പോൾ മൈനസ് എ കോസ് ഡബ്ല്യു എ എന്ന് വരും, എ ഡബ്ല്യു എന്ന് എഴുതാം. കോസ് എ ഡബ്ല്യു ബൈ ഡബ്ല്യു പ്ലസ് സൈൻ ഡബ്ല്യു എ എന്ന് വരും, എ ഡബ്ല്യു എന്ന് എഴുതാം, സൈൻ എ ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ. ഇത്രയാണ് അപ്പർ ലിമിറ്റ്. ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ ഈ എക്സിലേക്ക് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു എന്നാണ് വായിക്കുന്നത്, അത് 0 ആയി പോകും. പ്ലസ് ഇവിടെ സൈൻ 0 ഇതിലേക്ക് കൊടുക്കുമ്പോൾ സൈൻ 0 ആണ് വരുന്നത്, അതും 0. അപ്പോൾ ഇതിന്റെ ആൻസർ 2 by pi ഇൻറ്റു മൈനസ്, നമുക്ക് ഇവിടെയും കൂടെ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഒന്നിച്ചെഴുതാൻ ഈ ആദ്യത്തെ പാർട്ടിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരു ഡബ്ല്യു കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഡബ്ല്യു കോസ് എ ഡബ്ല്യു എന്ന് വരും, എ ഡബ്ല്യു കോസ് എ ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ പ്ലസ് സൈൻ എ ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, നമുക്കത് ഒന്നിച്ചെഴുതാം. ഇസ് ഈക്വൽ ടു 2 by pi ഇൻറ്റു ഡബ്ല്യു സ്ക്വയർ എഴുതാം കോമൺ ആയിട്ട്, പോസിറ്റീവ് ടൈം ആദ്യം എഴുതാം, സൈൻ എ ഡബ്ല്യു മൈനസ് എ ഡബ്ല്യു കോസ് എ. ഇതാണ് ബി ഓഫ് ഡബ്ല്യുവിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് സൈൻ ഇന്റഗ്രൽ എഴുതാം. ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് integral 0 to infinity b of w into sin xw dw is equal to integral 0 to infinity value ഇട്ട് കൊടുക്കാം 2 by pi w square into sin aw minus aw cos aw into sin xw dw. ഇതിൽ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം, 2 by pi പുറത്തേക്ക് എടുക്കാം, 2 by pi ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity 1 by w square ഇൻറ്റു sin aw minus aw cos aw into sin xw dw is the Fourier sine integral representation for the given function.